ഈ ഒരു 100 വെറൈറ്റി ഒരുപോലെ ഇതിവിടെ ചെയ്തു വെച്ചേക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? ഓരോ ബ്രീഡിന്റെ ആളുകളാണെങ്കിലും അവരെ കുരുമുളകിന്റെ പോസിറ്റീവ് മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ. അതിന് നെഗറ്റീവ് ഉണ്ടോ ഇല്ലയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ നിൽക്കുന്ന തൂണുകളിലെല്ലാം പല വെറൈറ്റികളാണ് കേട്ടോ. ഇതോടെ PC ജോർജിന്റെ ആ നാട്ടിലുള്ള ഒരു പഴയകാരൻ മുണ്ടിയായിരിക്കും. ഇതൊരു കർണാടക വെറൈറ്റി അല്ലേ? അതെ അതെ, സിഗന്ധിന് ഇത് നല്ലൊരു വെറൈറ്റിയാണ്. സിഗമണ്ടി നന്നായി കയറ്റമുണ്ട്, ഞാനത് നോക്കുമായിരുന്നു അല്ലേ. നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. ഇതൊരു എന്താ പറയുക, മ്യൂസിയം പോലെ, ഒരു ലൈബ്രറി പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അത് വെക്കാൻ പറ്റുന്നവർ മാത്രം PVC ഇൻവെസ്റ്റ് ചെയ്താൽ മതി. PVC പൈപ്പിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് അഗ്രസീവ് വളർച്ചയുള്ള ഇനങ്ങൾ വെക്കാൻ പറ്റില്ല. മുട്ടിൻ്റെ അകലം കൂടുതലുള്ളത് വെക്കാൻ പറ്റില്ല, ഇലയുടെ ഭാരം കൂടുതലുള്ളത് വെക്കാൻ പറ്റില്ല, PVC ഒടിഞ്ഞു പോകാൻ സാധ്യത. അപ്പോൾ PVC വെക്കാൻ കുറച്ച് വെറൈറ്റികളുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മുടെ കേരളത്തിലെ പല ജില്ലകളിലുള്ള എല്ലാ കുരുമുളക് ഇനങ്ങളും ഒറ്റ ജില്ലയിൽ മലപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒരു നഴ്സറിയിൽ നിന്ന് കിട്ടും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മകരക്കൊയ്ത്തിന്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. മലപ്പുറത്ത് ഒരു കുരുമുളക് നഴ്സറി, അതും വളരെ ലാർജ് സ്കെയിലിൽ ഏകദേശം 100-ലധികം ഇനങ്ങൾ ഇവിടെ പരിപാലിക്കപ്പെടുന്നു. എന്തായാലും നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു റഷീദിക്കയുടെ ഐഡിയയാണ് ഈ ഒരു കുരുമുളക് നഴ്സറി. അത്യാവശ്യം 1.5 ഏക്കർ സ്ഥലത്ത് നമ്മൾ നഴ്സറി ചെയ്യുന്നത്. 1.5 ഏക്കർ ഭൂമിയാണ്. എന്താണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കുരുമുളക് നല്ലൊരു ലാർജ് സ്കെയിൽ കൃഷി ചെയ്യാൻ പറ്റിയൊരു വിളയാണല്ലോ. അപ്പോൾ ഒത്തിരി പേര് മലപ്പുറം ജില്ലയിലും അല്ലെങ്കിൽ മറ്റു പ്രദേശത്തായിട്ടും അല്ലെങ്കിൽ മലബാർ ലൈനിലായിട്ടും കുരുമുളക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണ്ടത്ര നല്ല ക്വാളിറ്റി ഉള്ള തൈകൾ അവൈലബിൾ അല്ല എന്നുള്ളൊരു സങ്കടം എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ നല്ല തൈകൾ ചെയ്യാന്നുള്ളതും അത് പിന്നെ എൻ്റെ ഒരു പാഷൻ, ഒരു ക്രൈസ് എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഒത്തിരി വെറൈറ്റി ഇത് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കാലം എടുത്തില്ലേ? 100 ഞാൻ ബേസിക്കലി ഒരു വെഡിങ് ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ അതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഒന്ന് എയിം ചെയ്യണമെങ്കിൽ നമുക്കൊരു ബിസിനസ് തുടങ്ങണമെന്നില്ല. ഞാൻ പല ബിസിനസ്സുകളും ഞാൻ ഇങ്ങനെ, ഇപ്പോൾ ജോബിനോട് ഞാൻ പറഞ്ഞില്ല, തൻ്റെ വീഡിയോ ഞാൻ അന്ന് മുതലേ 2016 മുതലേ കാണുന്ന മനുഷ്യനാണ്. അങ്ങനെ കൃഷിയോട് പിന്നെ അത് മാത്രമല്ല, നമ്മളെ ജീനിൽ കർഷകൻ്റെ ഒരു കുടുംബം, ഞാൻ ഒരു കാർഷിക കുടുംബത്തിലാണ്, എല്ലാം ഏറ്റവും ചെറിയ ആളാണ്. ഞാൻ മാത്രമാണ് കൃഷിയിലേക്ക് വരാതെ, ഏട്ടന്മാരും വാപ്പൊക്കെ ഒരുപാട് കാലം കൃഷി ചെയ്ത മനുഷ്യനാണ്. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് പല ഐഡിയകളും തോന്നും. അപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ ഇതേപോലെ വീഡിയോസൊക്കെ നോക്കുമ്പോഴാണ് ഒത്തിരി ആദ്യം ഒരു കരിമുണ്ട പന്നീർ എന്നുള്ള ഒരു ഇനങ്ങൾ മാത്രം എനിക്കറിയാമായിരുന്നു. നല്ലൊരു ശതമാനം ട്രഡീഷണൽ കർഷകരൊക്കെ അതിലാണ്. അതല്ല, ആ ഒരു ഇത്ര ഇനങ്ങളെ എനിക്കറിയാമായിരുന്നു. പിന്നെ അങ്ങനെ നോക്കുമ്പോഴാണ് ഒത്തിരി വെറൈറ്റികൾ ഉണ്ടെന്നും ഇതിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ എനിക്കൊരു പാഷനായി. ഇത് അന്നൊന്നും ഞാൻ കുരുമുളക് നഴ്സറി തുടങ്ങണമെന്നോ അല്ലെങ്കിൽ ഒന്നുമല്ല. അങ്ങനെ പാഷനായപ്പോൾ ഞാൻ ഇങ്ങനെ ഒത്തിരി കേരളം മൊത്തം സഞ്ചരിച്ച് എല്ലാ ഇനങ്ങളും കുറേ അങ്ങനെ കളക്ട് ചെയ്ത് കുറച്ച് ഇനങ്ങൾ അവിടെ മലവേപ്പിലായിട്ടും PVC-ലായിട്ടും ആദ്യ കാലത്ത് 2016 കൃഷി ചെയ്തു. കൃഷി ചെയ്ത് ഇത് പറഞ്ഞങ്ങനെ എത്തി. കുറേ കഴിഞ്ഞ് പിന്നെ കോവിഡ് വന്നപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫി സ്റ്റോപ്പായല്ലോ. ആദ്യം ബുഷ് പേപ്പർ തുടങ്ങി. അങ്ങനെ പിന്നെ ഇപ്പോൾ സർക്കാർ അപ്രൂവൽ നഴ്സറി, നമ്മൾ കേരളത്തിലെ സർക്കാർ അപ്രൂവൽ ഉള്ള നഴ്സറി ഗവൺമെൻറ്. അതുകൊണ്ട് എന്താണ് ഗുണം? കൃഷിഭവനിലേക്ക് തൈകൾ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് അതല്ല. അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു നമ്മളിരുന്ന് തൈകൾ വാങ്ങിക്കൊണ്ടുപോകുന്ന ഒരു കർഷകന് അവരെ കൃഷിഭവനിൽ നമ്മൾ ബില്ല് സബ്മിറ്റ് ചെയ്താൽ സബ്സിഡി കിട്ടും. സബ്സിഡി ഉണ്ട്. എത്ര പെർസെന്റേജ് കിട്ടും? അത് ഓരോ സ്കീമിനനുസരിച്ച് ഓരോ പിന്നെ നമ്മൾ കൊടുക്കുന്നത് അവരെ കൃഷി വകുപ്പിൽ വന്ന സ്കീമിനനുസരിച്ചുള്ള സബ്സിഡികൾ കിട്ടും. ചിലപ്പോൾ 40%, 30% അതിൽ കൂടുതലൊക്കെ ഉണ്ടാവാം. അത് അവരെ ആ ഒരു സ്കീമിനനുസരിച്ചിരിക്കും. അപ്പോൾ അതുകൂടെ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളൊരു നെസസറിയാണ് നമ്മൾ അപ്പോൾ ലാർജ് സ്കെയിലിൽ ചെയ്യാന്ന് ഉദ്ദേശിച്ചത് അതാണ്. നല്ല വേണ്ടത്ര തൈകൾ അവൈലബിൾ അല്ല. അപ്പോൾ എനിക്ക് തോന്നി അത് അപ്പോൾ നല്ല തൈകൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാന്നുള്ള ആശയത്തിലാണ് ഇത്രയും വലിയൊരു നഴ്സറിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത്. പക്ഷെ നമ്മൾ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ്? മലപ്പുറം എന്നൊക്കെ ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് ആളുകൾ ഇത് നമ്മൾ എത്തിപ്പെടാൻ പറ്റും? അതൊന്ന് കോട്ടക്കൽ പെരിന്തൽമണ്ണ റോഡിൽ. കോട്ടക്കൽ ടൗണിൽ നിന്ന് പെരിന്തൽമണ്ണ റോഡിൽ ഒരു 6 കിലോമീറ്റർ വന്നാൽ പറങ്കിമൂച്ചിക്കൽ ചാപ്പനങ്ങാടി. ഇപ്പോൾ ഈ ഫാം നിൽക്കുന്നത് പറങ്കിമൂച്ചിക്കൽ എന്ന് പറഞ്ഞ സ്പേസിലാണ്. നമ്മൾ ഔട്ട്ലെറ്റ് തുടങ്ങുന്നത് നമ്മൾ ചാപ്പനങ്ങാടി. ഇവിടുന്ന് 2 കിലോമീറ്ററുടെ സെയിം റോഡ് തന്നെയാണ്. 2 കിലോമീറ്റർ അപ്പുറത്ത് ചാപ്പനങ്ങാടിയാണ് നമ്മൾ ഔട്ട്ലെറ്റ് തുടങ്ങുന്നത്. ഇനി അടുത്ത ചോദ്യങ്ങളിലേക്ക് ഞാൻ വരികയാണ്. ഈ 100 വെറൈറ്റി ഒക്കെ ഉണ്ടോ? അത് ചുമ്മാ അങ്ങനെ പറയുകയാണോ? 100 വെറൈറ്റി ഒക്കെ കാണിക്കാൻ പറ്റും? അല്ല, അത് ജോബിക്ക് അവിടെ ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ഔട്ട്ലെറ്റ് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ല പ്രൈവസിയിൽ. അപ്പോൾ നമുക്ക് ശകലം നേരം വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊന്ന് പറയാം. ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ ഇനങ്ങളുണ്ട്, എങ്ങനെയാണ് ഇവിടെ? ഇപ്പോൾ നമ്മളടുത്ത് ഞാൻ പറഞ്ഞില്ല 100 ഇനം കുരുമുളക് ഉണ്ട് നമ്മളെ കയ്യിൽ. അപ്പോൾ അതിൽ ഇവിടെ പക്ഷേ 100 ഇനം കുരുമുളക് ഉണ്ടെങ്കിൽ നമ്മൾ 100 ഇനങ്ങൾ ഇവിടെ നമ്മൾ തൈകൾ ഉണ്ടാക്കുന്നില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കർഷകർ ചോദിക്കുന്നതും കർഷകർക്ക് കൃഷി ചെയ്ത് പരിചയമുള്ള ഇനങ്ങളാണ് കർഷകർ ചോദിക്കുക. ഇത് ഇപ്പോൾ നമ്മൾ പുതിയൊരു ഇനം വന്നു കഴിഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്താലും അതിൻ്റെ ഫീഡ്ബാക്ക് കണ്ടതിന് ശേഷമാണ് അത് ലാർജ് സ്കെയിൽ കൃഷി ചെയ്യാൻ പറ്റിയത്. ഞാൻ അഭിപ്രായക്കാരനാണ്. അതാണ് നല്ലത്. അല്ലാതെ ഏതൊരു പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോൾ ഭയങ്കര ഹബ്ബിലാണ് ഇറങ്ങും. പക്ഷെ അത് ഫീൽഡിൽ കൃഷി ചെയ്തതിൽ 1-2 വർഷം അതിൻ്റെ റിസൾട്ട് കാണുമ്പോഴാണ് നമുക്ക്. അപ്പോൾ ഇപ്പോൾ അത്തരം ഇനത്തിലൊരു 10-15 വെറൈറ്റിയാണ് നമ്മൾ ഇവിടെ ലാർജ് സ്കെയിൽ ചെയ്യുന്നത്. നമ്മൾ എങ്ങനെ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്?
സർപ്പൻറ്റൻ മെത്തേഡിൽ നമുക്ക് അത് മാത്രമേ ഉള്ളൂ സർപ്പൻറ്റൻ. പിന്നെ നമ്മൾ കൃഷിഭവനിലേക്ക് കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ല 1,00,000 2,00,000 തൈകൾ നമ്മൾ വർഷം കൃഷിഭവനിലേക്ക് കൊടുക്കാറുണ്ട്. അത് നമുക്ക് കമ്പ് കുത്തിയ തൈകളാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളിവിടെ മറ്റുള്ള സെയിൽ ചെയ്യുന്നതൊക്കെ സർപ്പൻറ്റൻ ഇത്രയും ലാർജ് സ്കെയിൽ. അപ്പോൾ അത് ജോബിക്ക് മനസ്സിലായാൽ മതി. സർപ്പൻറ്റൻ മെത്തേഡ് ചെയ്യണമെങ്കിലാണ് ഇത്ര ലാർജ് സ്കെയിൽ ഷെഡ് വേണ്ടത്. ഇല്ലെങ്കിൽ ഈ ഒരു ഒരൊറ്റ ഷെഡിനകത്ത് നമുക്ക് ലക്ഷക്കണക്കിന് തൈകൾ ഉണ്ടാക്കാം. കാരണം ആ കവർ അടുത്ത് വെച്ച് അങ്ങനെ കുത്തി കൊടുത്താൽ പോരാ. ഇത് ഇങ്ങനെ സർപ്പൻറ്റൻ മെത്തേഡ് ഇറങ്ങി നീണ്ടു പോകുമ്പോൾ അങ്ങനെ അത്ര ജോലിക്കാരും വേണം, ഇത്ര ഫണ്ടും വേണം ചെയ്യുക. അതാണ് ഇതിന്റെ ഒരു കാര്യം. കൂടുതൽ ആളുകൾ സർപ്പൻറ്റൻ എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞുതരാമോ? സർപ്പൻറ്റൻ മെത്തേഡ് ഒന്നാമത്തെ കാര്യം നല്ല വേരുള്ള തൈകളായിരിക്കും. മറ്റേത് നമ്മൾ കമ്പ് കുത്തിയ തൈകൾ ചിലപ്പോൾ മേലോട്ട് 4-5 ഇലകളൊക്കെ ഉണ്ടാകും, പക്ഷെ താഴോട്ട് വേരുകൾ പൊതുവെ കമ്മിയായിട്ടാണ് കാണാറ്. എല്ലാ തൈകളും എല്ലാവരും ചെയ്യുന്നത് അങ്ങനെയെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെയാണ് പൊതുവെ കാണുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഒന്നും പറയില്ല, നമ്മുടെ സർക്കാർ ഫാമുകളിലൊക്കെ ഉണ്ടാക്കുന്നത് ട്രഡീഷണൽ അല്ല ഇതുപോലത്തെ നാഗപ്പതി രീതിയിലാണ് തൈകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ ഒന്നും കാണാതെ അവരങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ മറ്റുള്ള തൈകൾ കുറച്ച് സ്പേസിലാണെങ്കിൽ നമുക്ക് മറ്റേ പോലെ ഉണ്ടാക്കാം. അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇത് എല്ലാ തൈകളും ഒരേ സമയത്ത് ഒരു തിരിയിടുന്നതോ അല്ലെങ്കിൽ ഒരേ യൂണിഫോമിൽ ഒരു വളർച്ച കാണുന്നുണ്ട് ഈ തൈകൾ മറ്റു തൈകൾ. ഇപ്പോൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ച ഒരു തൈകൾ ഇതേപോലെ കിളുത്ത് വരുന്നത് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച തൈകൾക്ക് വേരുണ്ടത് കൊണ്ടാണ്. ഇനി ഒരു കാണിച്ചോ, ഈ തൈ ഇനി മുളച്ച് വരില്ല. ഇത് നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഇതിന് വേരില്ല. അവൻ പോയി. അപ്പൊ ഇത് മരിച്ചുപോയി. ഇത് എന്താ അടുത്ത് വരുന്നുണ്ടല്ലേ? ഓൾറെഡി ഇതുപോലെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുക. ഏറ്റവും നല്ല മെത്തേഡ് ഇതാണോ? നല്ലൊരു മെത്തേഡും കൂടുതൽ തൈകൾ ഉണ്ടാക്കാനും പറ്റിയ ഇതാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം. എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 വെറൈറ്റിയും ഇവിടെ PVC ചെയ്തിട്ടുണ്ട്. PVC നമുക്ക് അഫോർഡ് ചെയ്യാനും എത്രയും പെട്ടെന്ന് ഇപ്പൊ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ PVC ആണ് ചെയ്തത്. ഇങ്ങനെ ഈ ഒരു 100 വെറൈറ്റി ഒരുപോലെ ഇതിവിടെ ചെയ്തു വെച്ചേക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ എന്നെ വിളിക്കുന്ന ഒത്തിരി പേരിൽ എല്ലാവർക്കും ഫസ്റ്റ് ചോദിക്കാനുള്ളത് ഏതാണ്, നല്ല കുരുമുളക് ഏതാ, നന്നായി കായ്ക്കുന്നത് ഏതാ. അപ്പൊ അവർക്ക് നമ്മളൊരു 1-2 കാര്യമുണ്ട്. ഒന്ന് നമ്മളൊരു ഇനം പറഞ്ഞു കൊടുത്താൽ അത് അവർക്ക് നന്നായി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മോശക്കാരാവും. ഇത് അവർ പ്രത്യേകിച്ച് ജോബിക്ക് അറിയാലോ, കുരുമുളക് എന്ന് പറഞ്ഞാൽ ഓരോ കാലാവസ്ഥക്ക് ഓരോ സൺലൈറ്റിന്റെ അവൈലബിലിറ്റിയും ഓരോരോ മണ്ണിനനുസരിച്ച് ഓരോ ഭാഗങ്ങളിലേക്ക് വൈവിധ്യമാർന്ന ഇനങ്ങൾ ഉണ്ടാകേണ്ടത്. എല്ലാ ഇനങ്ങളും അങ്ങനെയുള്ള എല്ലാ വിളകളും അങ്ങനെയാണ്. ഓരോ ഇനത്തിനും എന്തെല്ലാം പ്രത്യേകതകളുണ്ട്, അവർക്ക് പറ്റുമോ, അവരുടെ സാഹചര്യത്തിന് ഇത് പറ്റുമോ എന്നൊക്കെ അവർക്ക് നോക്കിയിട്ട് ഇതിന്റെ തൈകൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ഇതുപോലെ ഒരു ലേബലൊക്കെ ചെയ്തിട്ട് ഇവിടെ മാക്സിമം നമ്മളൊരു 10-50 ഇനങ്ങളോളം നമ്മളിവിടെ. ഈ ബാലൻകൊട്ട എന്നൊക്കെ പറഞ്ഞ ഏതിനാണ്? അതൊക്കെ നാടൻ ഇനങ്ങളല്ലേ. പിന്നെ ഒരു കാര്യം ജോബി പറഞ്ഞുതരാം, ഇതിൽ കുറെ കൂടുതൽ ഇനങ്ങൾ ഞാൻ ഇങ്ങനെ കേട്ടതേ ഉള്ളൂ. ഇത് ഞാനും കണ്ടിട്ടില്ല. ഇതിന്റെ റിസൾട്ട് എന്താന്ന് നമുക്കറിയില്ല, നമുക്കും അറിയില്ല. നമ്മൾക്കും വേണം കാണുക. അങ്ങനെയുണ്ടല്ലോ ഒരു കാര്യം. നിത്യ കല്യാണി കൊള്ളാമല്ലോ, പേരിലൊക്കെ പല വെറൈറ്റികളുണ്ട് അല്ലേ? ഉണ്ട്. പിന്നെ ഞാൻ വേറെ സംശയം ചോദിക്കട്ടെ, ഇതാണെന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മള് ചുവട് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇലകളൊന്നും കണ്ടു കഴിഞ്ഞാൽ ഇവനെ അങ്ങനെ അങ്ങ് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളിത് എങ്ങനെ തിരിച്ചറിയും? അല്ല, ഇത് ഞാനിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എല്ലാ ഇനങ്ങളും ഒട്ടിപ്പോൾ ഈ ISR ഇനങ്ങളാണെങ്കിൽ അവിടെ പോയിട്ട് ലേബൽ ചെയ്ത് മാർക്ക് ചെയ്ത് ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ISR ഓക്കെ, അല്ലാതെ നാടൻ ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി നാടൻ നമ്മൾ വിശ്വാസയോഗ്യമായ നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ്. അവർ പറഞ്ഞ വിശ്വാസയോഗ്യതയിലായ അതിലാണ് ഇപ്പോൾ അതിന്റെ കാര്യം നമുക്ക് അത്രേ ഉള്ളൂ. നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. കാരണം അവര് അങ്ങനെയാണല്ലോ ഇപ്പോൾ ഒരാളെ പറ്റിച്ച് തരല്ലാതെ തരുന്നതാണെങ്കിൽ ഓക്കെ. കുറെ ഇനങ്ങൾ, കാരണം ഈ നാടൻ ഇനങ്ങളൊക്കെ അങ്ങനെ കളക്ട് ചെയ്താണ് നമ്മൾ, അല്ലാതെ നമ്മൾ വയനാടൻ ബോൾട്ടൊക്കെ അങ്ങനെ എത്തിയതാ. ഇത് ശരിക്കും നല്ല ബോൾട്ട് ഉള്ള കുരുമുളകാണ്. വയനാടൻ ബോൾട്ട് കൂടുതലുണ്ട്, പക്ഷെ കൂടുതൽ മണികളില്ല എന്നാണ് പറയുന്നത്. ചന്ദ്ര ഇവിടെ ഉണ്ട് അല്ലേ? തെക്കനും ഉണ്ട്, തെക്കൻ വണ്ണ് അല്ലേ? ഇങ്ങനെ കാണിക്കാനാണ് ഒരുപാടുണ്ട്. ഞാനിത് ഒരു വൈഡിൽ വിടാം അല്ലേ? ഈ നിൽക്കുന്ന തൂണുകളിലെല്ലാം പല വെറൈറ്റികളാണ് കേട്ടോ. ആ സൈഡിലുണ്ട്, നമ്മുടെ നഴ്സറിയുടെ അപ്പുറത്തെ സൈഡും ഉണ്ട്. ഇപ്പോൾ ഓരോ ബ്രീഡിന്റെ ആളുകളാണെങ്കിലും അവർ നമ്മൾ കുറ്റം പറയില്ല. ഓരോ ബ്രീഡിന്റെ ആളുകളാണെങ്കിലും അവരെ കുരുമുളകിന്റെ പോസിറ്റീവ് മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ. അതിന് നെഗറ്റീവ് ഉണ്ടോ ഇല്ലേ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ കണ്ടിട്ട് ഇനി അവർക്ക് ഏതൊരു കർഷകനാണെങ്കിലും നമുക്ക് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ല കായ്ഫലം ഉള്ളതാണെങ്കിൽ അവർക്ക് എടുക്കാമല്ലോ. ഈ അഗളി എങ്ങനെയുണ്ട് റഷീദ്? എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു മലബാർ സൈഡിലാണ് അഗളി ഉള്ളത്. എങ്ങനെയുണ്ട് അതിന്റെ ഒരു അഭിപ്രായം? അഗളി പെപ്പർ അത് ചെറിയ തോക്കകളാണ് വരിക. അപ്പൊ ഇത് കൂടുതൽ നമുക്ക് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ലാർജ് സ്കെയിൽ കൃഷി ചെയ്യണം. ഇത് 1 ഏക്കർ 2 ഏക്കർ അല്ലാതെ ഈ കുറച്ച് ഭൂമിയിൽ ഇപ്പൊ ഇത് നല്ല തൂക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ചെറിയ തോക്കകളാകുമ്പോൾ
കുറച്ച് എണ്ണ കിട്ടും, നമുക്ക് കുറച്ചല്ലേ കിട്ടുള്ളൂ. ഇത് ഇച്ചിരി ലാർജ് സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു വെറൈറ്റിയാണത്. പന്നിയൂറിന്റെ എല്ലാ വെറൈറ്റി ഉണ്ടോ? പന്നിയൂറിന്റെ എല്ലാ 10 വരെയുള്ള വെറൈറ്റികൾ നമ്മൾ ലാസ്റ്റ് കാണുമ്പോൾ 10 വരെ വെറൈറ്റിയാണ്. 1 മുതൽ 10 വരെ. പന്നിയൂറിനെ കുറിച്ച് എന്താണ്? പന്നിയൂറിൽ ഓരോ കാലാനുസൃതമായി ഓരോ കർഷകരെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാണ് പന്നിയൂർ ഇനങ്ങൾ അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ആദ്യം പന്നിയൂർ 1 എന്ന് പറഞ്ഞാൽ നല്ല വെളിച്ചം കിട്ടുന്നിടത്ത് കാണുന്നുള്ളത്. പിന്നെ പന്നിയൂർ 2 അല്ലെങ്കിൽ 5 എന്നൊക്കെ ഇച്ചിരി ഷെയ്ഡുള്ള ഭാഗത്തേക്കാണ്. അങ്ങനെ ഓരോന്നിനും ഓരോതായ പ്രത്യേകതകളുണ്ട്. നമ്മൾ ഈ ഒരു വെറൈറ്റിയിൽ ഏറ്റവും നല്ലതായിട്ട് നിങ്ങൾക്ക് ഏതാ തോന്നിയത്? അതിപ്പോ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ്, അത് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. ഞാനും അതിലേക്ക് തന്നെ വന്നു. ഓരോരോ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അതേപോലെ നമ്മൾ ഇപ്പോൾ ഇൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ പറയാം, എല്ലാവരും ഏത് എന്നെ വിളിക്കുന്ന കർഷകരോടും അല്ലെങ്കിൽ കസ്റ്റമറോടും ഞാൻ പറയാം, നമുക്ക് അതിനോടുള്ളൊരു പാഷനും അതിനോടുള്ളൊരു ആറ്റിറ്റ്യൂഡും അതിനോടുള്ളൊരു എന്താ പറയുക, ഞങ്ങൾ പറയും അങ്ങനെ ഒരു കാര്യം എത്രത്തോളം ഉണ്ട്, അതേപോലെ അതിനെ കെയർ ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിപ്പോൾ ചിലവർ കുരുമുളകാണ് കൊണ്ടുപോയി വെക്കും, അല്ലാതെ പിന്നെ അതിന് കാര്യമായിട്ട് കെയർ ചെയ്യൊന്നുമില്ല. അല്ലെങ്കിൽ മറ്റുള്ള ഒരാളെ ഒരു കരിമുണ്ടയുടെ തോട്ടം കണ്ടിട്ട് അവരയാളെ കരിമുണ്ട തോട്ടം നല്ല തോട്ടമാണ്, എനിക്കും കരിമുണ്ട മതി എന്ന് പറഞ്ഞിട്ട് അതേപോലെ അയാൾ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പം ജോബിക്ക് അറിയാലോ, ഒരുപാട് ആളുകൾ പന്നിയൂർ 1 മാത്രം കൃഷി ചെയ്യുന്നവര്, കരിമുണ്ട മാത്രം കൃഷി ചെയ്യുന്ന എത്ര കർഷകർ, എത്രയും വെറൈറ്റി ഉണ്ടായിട്ട് പോലും അവരൊന്നും റിസ്ക് എടുക്കാൻ തരില്ല. കാരണം അവരത് നന്നായി നോക്കുന്നു, പരിപാലിക്കുന്നു, അതിന്റെ ഡെഫിഷ്യൻസി മനസ്സിലാക്കി എന്റെ മൂലകങ്ങൾ അപ്ലൈ ചെയ്യുന്നു. ഇപ്പൊ ഒരു കാര്യയുടെ ജോബി ശ്രദ്ധിക്കണം, പണ്ടത്തെ പോലെ വെറും ചാണകപ്പൊടി അല്ലെങ്കിൽ വെണ്ണീറൊന്നും ഇട്ട് കൃഷി ചെയ്യാൻ കഴിയില്ല. കാരണം ക്ലൈമറ്റും നമ്മളെ സാഹചര്യങ്ങളൊക്കെ മാറി. ആ നാട്ടിലുള്ള ഒരു പഴയകാലം മുണ്ടിയായിരിക്കും. ഈ മുണ്ടി എന്ന് പറഞ്ഞാൽ എനിക്കല്ല കാര്യം, ഒരുപാട് മുണ്ടികൾ ആദിവാസികളുടെ ആയിരിക്കണം. അങ്ങനെയാണ് ഒരുപാട് മുണ്ടികൾ വരുന്നത്. അപ്പൊ ആ ഒരു പൂഞ്ഞാറ് എന്ന സ്ഥലത്ത് കൂടുതൽ കൃഷി ചെയ്തായിരിക്കും. ഇപ്പൊ കാണുന്നവർ ആരെങ്കിലൊക്കെ കമന്റ് ചെയ്യട്ടെ. ഇതൊരു കർണാടക വെറൈറ്റി അല്ലേ? അതെ, സിഗന്ധിനി ഇത് നല്ലൊരു വെറൈറ്റിയാണ്. ഒത്തിരി പേര് നമുക്ക് ഞാൻ ഈ നല്ല വെറൈറ്റി അത് ചോദിക്കാൻ കാരണം വെച്ചാൽ നല്ല നല്ല കർഷകർ നമുക്ക് എൻക്വയറി നടത്തും. നമുക്ക് തൈകൾ കൂടുതൽ ആവശ്യപ്പെടുന്നുണ്ട്, ബുക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ സിഗന്ധിയൊക്കെ ഒത്തിരി കർണാടക, സ്റ്റെലി, കാസർഗോഡ്, കണ്ണൂർ ആ ഭാഗത്തുള്ള ഒത്തിരി കർഷകർ ഇപ്പോൾ നമ്മളെ ഫാമിൽ ബുക്ക് ചെയ്ത് തന്നെ ഉണ്ട്. ഇഷ്ടംപോലെ 1000, 2000, 3000 തൈകൾ ഓരോ ടീം തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു തൈ ആയതുകൊണ്ടാണ്. നമ്മുടെ കൈരളി ഉണ്ട് ചേട്ടാ, കുഞ്ഞുചേട്ടൻ്റെ കൈരളി ഉണ്ട്. കൈരളിക്ക് നല്ല കയറ്റം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? നല്ല കയറ്റമുള്ള കൊടിയാണ്. സിയോൺമുണ്ടി ഉണ്ട്, നമുക്ക് സിയോൺമുണ്ടി നന്നായി കയറ്റമുണ്ട്. ഞാനത് നോക്കുമായിരുന്നു അല്ലേ? പക്ഷേ അത് സാംഭവി കർണാടക, സാംഭവി കർണാടകയാണ്. അവനും നല്ല കയറ്റം ഉണ്ടല്ലോ. പക്ഷെ കയറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വെച്ച പ്ലാന്റുകൾ നമ്മൾ കുറച്ച് വലുതും ചെറുതൊക്കെ വെച്ചിട്ടുണ്ടല്ലേ? അതുകൊണ്ട് നമുക്ക് അതിപ്പോ പറയാൻ കഴിയില്ല. നമുക്കൊരു 2 വർഷം അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിനൊക്കെ കറക്റ്റ് അവന്റെ റിസൾട്ട് പറയാൻ കഴിയുള്ളൂ. കറുത്തവാലൻ കോട്ടയം ഇതുപോലെ ഒരു നാടൻ ആണ്. കല്ലുവാലൻ കോട്ടയം ഇതുപോലെ ഇതേപോലെ ഒരു നാടൻ വെറൈറ്റിയാണ്. പക്ഷെ നിങ്ങൾ നീലമുണ്ടി ഇനത്ത് ഞാൻ കണ്ടില്ല. നീലമുണ്ടി എത്താത്താണോ? ഫ്രണ്ടോട്ട് വരുമ്പോ കാണാം. നീലമുണ്ടി ഉണ്ട്. കരിങ്കോട്ട അതെല്ലാം നാടൻ വെറൈറ്റിയാണ്. ഇത് പിന്നെ ISR കരിങ്കോട്ട നാടൻ വെറൈറ്റിയാണ്. ഗിരിമുണ്ട ISR ആണ്. നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. ഇതൊരു എന്താ പറയുക, മ്യൂസിയം പോലെ, ഒരു ലൈബ്രറി പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ആക്കി എടുക്കണം. ഇതിനെ വേണം തീർച്ചയായും. നമുക്ക് എല്ലാ ഇനങ്ങളും ഇനി 100-ൽ നിന്ന് കുറച്ചുകൂടെ കയറ്റണോ നമുക്ക്? ഇത് എവിടുത്തെ ഇത് ഹൈറേജ് ബൈസൂൺ വല്ലി? ഇതും കർണാടകയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതൊക്കെ ഇപ്പോൾ ഓരോ നഴ്സറിയിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ റിസൾട്ടുകൾ എന്തൊക്കെയുണ്ട് നമുക്കും. ഇത് പിന്നെ നമ്മളെ നാരായക്കൊടി പണ്ട് കാലത്ത് ഒരുപാട് ആളുകൾ കൃഷി ചെയ്തിരുന്ന ഒരു ഇനാന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. നാരായക്കൊടിയെ കുറിച്ച് ഒരുപാട് ഇതുണ്ട്. ഇത് പാലോട് 2, നമ്മുടെ തോട്ടവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം പാലോട് 2. അതും കുഴപ്പമില്ല, നല്ല കയറ്റുള്ള കൊടി. അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഡി ഗോൾഡ്, ഈ ഇനും ഒരു എവിടെ കോട്ടയം ഭാഗത്തുള്ള ഒരു കർഷകൻ ഡെവലപ്പ് ചെയ്തതെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ റിസൾട്ട് കണ്ടില്ല. അയ്യോ, കുതിരവാലി നിൽക്കുന്നു. കുതിരവാലി നമ്മൾ കാണിച്ചില്ലല്ലോ. ഇല്ല, കുതിരവാലി പതുക്കെ കയറി വരുന്നുള്ളൂ അല്ലേ? അത് ചെറിയ തൈകളാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. കരിമുണ്ട ഉണ്ട് കേട്ടോ. കരിമുണ്ടയ്ക്ക് ഒരു നല്ല ശതമാനം ആരാധകരുണ്ട് നമ്മുടെ ഇടയിൽ അല്ലേ? ഹൈ റേഞ്ച് ബ്ലാക്ക് ഗോൾഡും ഉണ്ട് അല്ലേ? 2 ആണുള്ളത്. 2 എല്ലാം ഉണ്ട് നമ്മളെടുത്ത്, എല്ലാ സാധനവും ഉണ്ട്. ഇതേപോലെ മഞ്ഞമുണ്ടി കൊറ്റനാടനുണ്ട്, നീലമുണ്ടി ഉണ്ട്. നമ്മൾ ഈ PVC ചെയ്ത് കൊടുക്കുന്നുണ്ടോ? PVC നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തിന് PVC? എന്തൊക്കെ ഈ നാട്ടിലുണ്ട്? കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഒരു കുരുമുളക് തോട്ടം ചെയ്യണം എന്നുണ്ടെങ്കിൽ PVC-യിൽ ചെയ്യാം. ഇപ്പോൾ മരമാണെങ്കിലും പയ്യാനാണെങ്കിലും മലവേപ്പാണെങ്കിലും ഇനിയിപ്പോൾ ഇതിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കമ്പ് നാട്ടിൽ അടുത്ത വർഷം നമുക്ക് കുരുമുളക് കൃഷി തോട്ടം ആവി വരുള്ളൂ, അല്ലെങ്കിൽ 2 വർഷം കൊണ്ടൊക്കെ നമുക്ക് അത് പ്ലാന്റ് ചെയ്യാൻ നടക്കുള്ളൂ. ഇതാകുമ്പോൾ അങ്ങനെയല്ല. ഇതാകുമ്പോൾ നമുക്ക് ഒരു
ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു 4 ദിവസം കൊണ്ട് നമുക്കൊരു കുരുമുളക് തോട്ടം ഉണ്ടാക്കിയെടുക്കാം. അതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. പക്ഷേ ഇതിന് കുറച്ച് മൈനസുകളും ഉണ്ട്, അതും വേണം പറയാം. നമ്മൾ വെറും പോസിറ്റീവ് പെട്ടെന്ന് ഒരു കുരുമുളക് തോട്ടം എന്ന് പറഞ്ഞില്ലേ, ഇതിന് ഒരുപാട് ആളുകൾ മൈനസാണ് പറയാം. പക്ഷേ ഞാൻ പറയുമ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ 2016-17 ഞാൻ കുരുമുളക് തോട്ടം PVC തോട്ടമല്ല, ഒരു 10 എണ്ണം ഞാൻ PVC ചെയ്ത മനസ്സിലായി. അത് എക്സ്പീരിയൻസ് ആയത്, അത് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ നഴ്സറിയിലോട്ടൊക്കെ വന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ എന്നോട്. അപ്പോൾ ഇതിലെ ഒരു കാര്യം ശ്രദ്ധിക്കണം വെച്ചാൽ, മേൽഭാഗത്ത് നമ്മൾ പ്ലസിലൊരു കമ്പി വെക്കുന്നുണ്ടല്ലോ ഇതിനൊക്കെ പൈപ്പിടെ മുകളിൽ, ആ പൈപ്പില് ഈ കുരുമുളക് വള്ളി കയറി വരുന്നത് വരെ ഇതിനെ നന്നായി പരിപാലിക്കാൻ ആ കർഷകന് പറ്റുമോ, അതോ ആ കർഷകൻ ലാർജ് സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു പണിക്കാരനെ വെക്കുമോ, അത് വെക്കാൻ പറ്റുന്നവർ മാത്രം PVC ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അതുവരെ എത്തുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടേറിയ പരിപാടിയാണോ? അല്ല, ബുദ്ധിമുട്ടേറിയ പരിപാടി. അതിന്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് എന്താ വെച്ചാൽ, ഈ വള്ളി ഇങ്ങനെ കയറി വരുമ്പോൾ അട്ടക്കാല് ഒരു സംഭവം അറിയില്ല, അട്ടക്കാല് അറിയില്ല, ജോബിക്ക് അറിയാലോ. അത് ആ വൈറ്റ് കളർ വരുമ്പോൾ തന്നെ അതിമ കെട്ടി കൊടുക്കണം, എന്നാലേ അത് അതിമ പിടിച്ച് കയറുള്ളൂ. അത് അതിമ പിടിച്ച് കയറി ഓരോ തലയും മറിയാതെ പിടിച്ച് കയറ്റി കൊടുത്താലേ ഇത് സക്സസ് ആവുള്ളൂ PVC. അല്ലാതെ കുറേ പേര് എനിക്കറിയില്ല, കുരുമുളക് വെക്കും, കുറേ ഇങ്ങനെ വലുതായി അട്ടക്കാലൊക്കെ വന്ന് കുറേ ഇങ്ങനെ മറിഞ്ഞതിന് ശേഷം വീണ്ടും ഒഴിവുണ്ടാകുമ്പോൾ ഞാൻ ഇന്നിക്ക് വേറെ പണിയൊന്നുമില്ല, ഇനി ഞാൻ കുരുമുളക് കെട്ടി കൊടുക്കട്ടെ വിചാരിച്ചിട്ട് കെട്ടാൻ പോയിട്ട് കാര്യമില്ല. ഒരു 1.5 ദിവസങ്ങളിൽ ഈ കുരുമുളകിനെ ഒന്ന് നിരീക്ഷിച്ച് അതിൻ്റെ ഇടയിലൊക്കെ കൂടെ നടന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഓരോടൊക്കെ ഒരു കുശലങ്ങളൊക്കെ പറഞ്ഞൊന്ന് സെറ്റാക്കി അങ്ങനെ കൃഷിനെ ഒരു പാഷനാക്കി കാണുകയാണെങ്കിൽ, അതേപോലെ കെട്ടിക്കൊടുത്ത് കയറ്റുകയാണെങ്കിൽ PVC ഓക്കെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിന് എതിരെ അഭിപ്രായം പറയുന്നവരുണ്ടാവാം അവർക്ക്. പക്ഷെ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് പറയാലോ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു ഹൈ ഡെൻസിറ്റി ഫാമിംഗ് ആണല്ലോ നമ്മൾ പ്രധാനമായിട്ട് PVC. നമുക്കൊരു 1 ഏക്കറിൽ നിന്ന് കമ്പാരിറ്റീവ്ലി മറ്റു താങ്ങുമരങ്ങളെ അപേക്ഷിച്ച് ഇതിന്റെ ഈൽഡ് അധികമായിട്ട് കിട്ടുന്നത് എങ്ങനെയാണ്? അതിന്റെ ഒരു കണക്കൊന്ന് പറയാൻ പറ്റും? അല്ല, കമ്പാരിസൺ പറയുമ്പോൾ നമുക്ക് അത് ഭയങ്കര പ്രയാസം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു പരിപാലനം, ഇതിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ അനുസരിച്ച് ഇരിക്കും. പിന്നെ ഇനങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഈ PVC പൈപ്പിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ അഗ്രസീവ് വളർച്ചയുള്ള ഇനങ്ങൾ വെക്കാൻ പറ്റില്ല. പന്നീർ ഒന്നുപോലെ അഗ്രസീവ് വളർച്ചയുള്ള ഇനങ്ങൾ വെക്കാൻ പറ്റില്ല. മുട്ടിൻ്റെ അകലം കൂടുതലുള്ളത് വെക്കാൻ പറ്റില്ല. ഇലയുടെ ഭാരം കൂടുതലുള്ളത് വെക്കാൻ പറ്റില്ല. ഒടിഞ്ഞു പോകാൻ സാധ്യത. വലുതായി വരുമ്പോൾ തണ്ടിൻ്റെ വണ്ണം കൂടുന്ന ഇനങ്ങൾ വെക്കാൻ പാടില്ല. അപ്പോൾ PVC വെക്കാൻ കുറച്ച് വെറൈറ്റികളുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കണം. അതൊരു മെയിൻ ഘടകമാണ്. അല്ലാതെ എല്ലാ ഇനങ്ങളും PVC വെക്കാൻ കഴിയില്ല. ഉയരത്തിലോട്ട് കയറി പോകാത്ത ഇനങ്ങളാണ് ഏറ്റവും നല്ലത്. അങ്ങനെ കുറച്ച് ഇലക്കനം കൂടുതൽ മുകളിൽ ചെന്ന് നന്നായിട്ട് ഭാരത്തിലേക്ക് എത്തുമ്പോൾ ചെയ്യും. പിന്നെ രണ്ടാമത് ഈ PVC ഒരു കോംപ്രമൈസും നടത്തരുത്. ഇപ്പോൾ പലവരും PVC വെക്കാൻ പറഞ്ഞില്ല, കുറഞ്ഞ റേറ്റിന്റെ PVC ഉണ്ട്, നല്ല റേറ്റിന്റെ PVC ഉണ്ട്. അപ്പോൾ PVC കോംപ്രമൈസ് നടത്തരുത്, തൈയിലും കോംപ്രമൈസ് നടത്തരുത്. നന്നായി കൃഷി ചെയ്യുമ്പോൾ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, പക്ഷേ എനിക്കറിയില്ല, ഒരു അഡീഷണൽ നമ്മൾ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് PVC കൂടുതൽ. അതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ്, അത് നമുക്കൊരു 2-3 വർഷം കൂടെ നന്നായി നോക്കണേ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കിട്ടും. റഷീദ് ഇക്ക മുമ്പേ പറഞ്ഞില്ലേ PVC എല്ലാ ഇനവും ചെയ്യാൻ പറ്റത്തില്ല, ചില സെലക്റ്റീവ് ഇനങ്ങളെ വേണം എന്ന് പറഞ്ഞില്ലേ? അത് ഏതൊക്കെയാ ഇനങ്ങള്? അത് ജോബിയെ, അത് നമ്മൾ ആ ഇനങ്ങളെ പേര് പറയാന്ന് വെച്ചാൽ അതൊരു മോശമല്ലേ. കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോലെ ബിസിനസ് ചെയ്യുന്നവരല്ല മറ്റുള്ളവരും. ഓരോ ബ്രീഡും ഇപ്പോൾ അവർക്കും അവരുടെ ബ്രീഡും കച്ചവടം ചെയ്യണം, കാശുണ്ടാക്കണം, കുഴപ്പമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ബ്രീഡിനെ മറ്റുള്ള ബ്രീഡുകളെ മോശമാക്കി പറയുമ്പോൾ അത് മോശമാണ്. ഇന്നതേ പറ്റുള്ളൂ, ഇന്നതാണ് മോശം എന്നല്ല. അത് എന്താ പറയുക, ഞാൻ എന്നെ പേഴ്സണലായിട്ട് വിളിക്കുക, എൻ്റെ ഒരു അനുഭവത്തിൽ നമുക്ക് പറയാം. അപ്പോൾ അത് എന്നെ വിളിക്കുന്നവർക്ക് അല്ലെങ്കിൽ എൻ്റെ ഇവിടെ വരുന്നവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാന്നല്ല, നമ്മൾ ഇതിനകത്ത് ഓപ്പൺ ആയിട്ട് പറയാൻ മോശമാണ്. എന്തായാലും റഷീദ് ഇക്കായെ ഞാൻ വിളിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, ജോബിയെ മകരക്കൊയ്ത്ത് കണ്ടാണ് ഞാൻ കൃഷിയിലേക്ക്, എനിക്ക് ആദ്യം ഞാൻ ഓർത്ത് എനിക്കിട്ടൊന്ന് തള്ളി നടന്നത്. പിന്നെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇക്ക എൻ്റെ എല്ലാ വീഡിയോയും, എനിക്ക് തോന്നുന്നു ഇത്രയും എൻ്റെ വീഡിയോ കണ്ട മറ്റൊരാൾ ഉണ്ടാവില്ല, അത്രയും. അല്ല, സത്യമാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇതിലല്ല, എൻ്റെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ, ഞാൻ പറഞ്ഞില്ല 28 വർഷം ഫോട്ടോഗ്രാഫറാണ് ഞാൻ. അങ്ങനെയാണ് ഈ മോണിക്ക പെപ്പർ നഴ്സറി, മോണിക്ക എന്നായിരുന്നു എൻ്റെ സ്റ്റുഡിയോയുടെ പേര്. ആ മോണിക്കയുടെ ഞാൻ അങ്ങനെ കുരുമുളകിൻ്റെ ഒരു കുരുമുളകൊക്കെ വെച്ചിട്ടാണ് മോണിക്ക പെപ്പർ ആക്കിയത്. അങ്ങനെയാണ്. അപ്പോൾ അന്നേ ഞാൻ ഈ സ്റ്റുഡിയോ ഫീൽഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് പുതിയ ബിസിനസ് തുടങ്ങണം എന്നുള്ളൊരു, അല്ലെങ്കിൽ ഒരു കൃഷി തുടങ്ങണം എന്നുള്ള എയിം ചെയ്ത് വന്നപ്പോഴാണ് നിങ്ങൾ ഒത്തിരി യൂട്യൂബ് ആണല്ലോ നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ യൂട്യൂബിൽ തൻ്റെ വീഡിയോ ആണ് അത് കൂടുതൽ കണ്ടിരുന്നത്. അപ്പോൾ അന്ന് കുറേ അന്ന് 2014 അന്ന് മുതലേ ഉള്ള വീഡിയോസ് അന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ഞാനൊക്കെ മറന്നുപോയി, പല കർഷകരും ഇന്ന ആളുടെ ചെയ്തില്ല. അന്നേ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചാണ് അന്നതിലേക്ക് ഒന്ന് കൊണ്ടുവരണമെന്നും ഇവിടെ ഒന്ന് കാണണമെന്നും നമുക്ക് ഇതേപോലെ ഒന്ന് നിൽക്കണമെന്നും അന്ന് വിചാരിച്ചത്. അതിപ്പോൾ 2026 മലപ്പുറംകാരെ കുറിച്ച് കൂടെ ഞാൻ പറഞ്ഞത് അവസാനിപ്പിക്കണം. മലപ്പുറംകാർ പൊളിയാണ്, അടിപൊളി. നമ്മളെന്ത് ഭക്ഷണം തന്നിവര് നമ്മുടെ വയറ് പൊട്ടിക്കും, അത്ര എന്താ പറയുക, ഭയങ്കര സ്നേഹം, ഭയങ്കര
എന്താ പറയാ ഇതല്ല ഞങ്ങൾ അങ്ങനെ ശീലിച്ച് ഞങ്ങളെ ബ്ലഡിൽ അങ്ങനെ ശീലിച്ച് പോയതാണ്. അല്ലാതെ നമ്മളതൊരു പ്രത്യേക ഈ വന്നത് വെച്ചിട്ട് അതിവിടെ ഞങ്ങൾക്ക് ഗസ്റ്റുകൾ ആര് വന്നാലും നമ്മൾ അതുപോലെ തന്നെയാണ് അവരെ ട്രീറ്റ് ചെയ്യാറ്. ഒരുപാട് നല്ല കാഴ്ചപ്പാടുള്ള ഒരു ആൾ കൂടിയാണ് ഇക്ക. എന്താ പറയുക, കൃഷിയെക്കുറിച്ചും അതുപോലെ ഇതിനെക്കുറിച്ചെല്ലാം A to Z പഠിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയട്ടെ കേട്ടോ. നമ്മൾ ഈ പറയുമ്പോൾ ഇക്ക ഇങ്ങനെ ചെറിയ ചെറിയ വഴിയൊക്കെ പോകുന്നുണ്ടെങ്കിലും ഇക്ക നന്നായി സ്റ്റഡീഡാണ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. അതിനൊപ്പം തന്നെ കൃഷിയെ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? അതും ഒരു കാര്യം. അത് മാത്രമല്ല ജോബി, നല്ല തൈകൾ കൊടുക്കുക നമുക്ക്. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് ജെന്യൂൻ ആയിട്ട് കൊടുക്കുക. അത് കരിമുണ്ടെന്ന് പറഞ്ഞാൽ കരിമുണ്ട കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ല. നാളെ റഷീദ് ഇക്കായെ അന്വേഷിച്ച് വരുന്ന ഒരാൾ ഇക്കാടെ അടുത്തുനിന്ന് എടുത്ത്, മോണിക്ക എന്നാണ് പേരില്, റഷീദാണ്, മോണിക്ക റഷീദ് എന്നാണ് അറിയപ്പെടുന്നത്. മോണിക്ക റഷീദിന്റെ അടുത്തുനിന്ന് മേടിച്ചത് മോശമായി എന്ന് പറയരുത്. അത് മാത്രമല്ല, ഇപ്പൊ ഈ ഫീൽഡിൽ നല്ല പറ്റിക്കലുണ്ട്. ഇതിപ്പോ ഇല്ലാത്ത ബ്രീഡ് ഒരാൾ ഒരു ബ്രീഡ് ചോദിച്ചാൽ പന്നിയൂർ 5 ചോദിച്ചാൽ പന്നിയൂർ 2 കൊടുത്തിട്ട് 5 പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെ അതൊന്നും നമ്മൾ ചെയ്യില്ല. നമ്മൾ കൊടുക്കുന്ന ബ്രീഡ് നന്നായി ഉണ്ടെങ്കിൽ ഉണ്ട് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം, നന്നായി കൊടുക്കാം. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഇനി ഇത് കണ്ടിട്ട് കൊറിയർ ചെയ്ത് വേണമെന്നുണ്ടെങ്കിലും റഷീദ് ഇക്കായുടെ നമ്പറിൽ വിളിച്ചാൽ മതി. കൊറിയർ ചെയ്യല്ലേ? കൊറിയർ ഇപ്പോൾ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ. പക്ഷേ ഇപ്പോൾ ഓൾറെഡി അത് കേട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നു മാറി. ഞാൻ കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾക്ക് സത്യം പറയാലോ, ഇവിടെ കൊടുക്കാൻ തന്നെ തൈകൾ ഇല്ല എന്ന് തന്നെ പറയാം. അത്ര ആളുകൾ എൻക്വയറി ഉണ്ട് നമുക്ക്. അപ്പൊ പിന്നെ നമ്മൾ കൊറിയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞ, കൊറിയർ ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോകാനും കഴിയില്ല. പിന്നെ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമ്മുടെ കേരളത്തിലെ പല ജില്ലകളിലുള്ള എല്ലാ കുരുമുളക് ഇനങ്ങളും ഒറ്റ ജില്ലയിൽ മലപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡാണ് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്നത്. എല്ലാവർക്കും എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല കാഴ്ചകളും നല്ല കൃഷിയിടങ്ങളും നല്ല നഴ്സറികളും നല്ല യന്ത്രങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് മലപ്പുറത്ത് നിന്ന് ഞാൻ തൽക്കാലം വിടവാങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.